ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. അവസാന നാലിൽ ഇടം നേടാൻ 8 ടീമുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്ന തകർപ്പൻ പോരാട്ടങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ IPLൻ്റെ 18ാം സീസണിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് ചൂടേറിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും രസം കൊല്ലിയായി മഴ എത്തി ഒരു മത്സരം കൂടെ അങ്ങനെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഉറപ്പിക്കാൻ ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമായിരുന്ന പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ മഴ മൂലം കംപ്ലീറ്റായി ഉപേക്ഷിച്ചിട്ടുള്ളത്. ആദ്യം ബാറ്റ് ഡൽഹി 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 133 റൺസ് എടുത്ത് നിൽക്കെയാണ് മഴ എത്തിയത്. സോ ഹൈദരാബാദിൻ്റെ ബാറ്റിങ്ങിൽ ഒരു പന്ത് പോലും എറിയാനാവാതെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു. മത്സരം ഉപേക്ഷിച്ചതോടുകൂടി ഇരു ടീമുകളെയും പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് അല്പം മങ്ങലേറ്റിട്ടുണ്ട്. 11 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 13 പോയിന്റ് നിലവിൽ പോയിന്റ് ടേബിളിൻ്റെ 5ാം സ്ഥാനത്താണ് ഡൽഹി ക്യാപിറ്റൽസ്. 11 മത്സരങ്ങൾ പിന്നിടുമ്പോൾ 7 പോയിന്റുമായി 8ാം സ്ഥാനത്താണ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. മഴ മൂലം മത്സരം ഉപേക്ഷിച്ചതും 1 പോയിന്റ് മാത്രം ലഭ്യമായതോടുകൂടി സൺറൈസേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് മുഴുവനായും അസ്തമിച്ചിരിക്കുകയാണ്. ഡൽഹിയെ സംബന്ധിച്ചും വിജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പോയിന്റ് ടേബിളിൻ്റെ തലപ്പത്തേക്ക് എത്താനുള്ള അവസരമായിരുന്നു അവർക്കും ആ ഒരു മഴ കാരണം ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. സോ ഇനി അവശേഷിക്കുന്ന 3 മത്സരങ്ങളും ഡൽഹിയെ സംബന്ധിച്ച് അതിനിർണായകം തന്നെയാണ് അവസാന 4-ൽ കടന്നുകൂടാൻ. ആദ്യം വരുന്ന ഡൽഹിക്ക് വേണ്ടി അശുതോഷ് ശർമ്മ ഇമ്പാക്ട് പ്ലെയറായിട്ടെത്തിയ അശുതോഷ് ശർമ്മ മാത്രമാണ് തിളങ്ങിയത്. 26 പന്തിൽ 41 റൺസാണ് താരം നേടിയത്. ട്രിസ്റ്റൻ സ്റ്റബ്സ് 41 വിവ്രാജ് നിഗം 18 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദിന് വേണ്ടി ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് 3 ജയദേവ് ഉനദ്കട്ട്, ഇഷാൻ മലിംഗ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. സോ അങ്ങനെ മഴ കളിച്ച പോരാട്ടത്തിൽ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതമാണ് ലഭ്യമായിട്ടുള്ളത്. ഡൽഹിയെ സംബന്ധിച്ച് അവസാന 3 മത്സരങ്ങളും ഇനി അതിനിർണായകം തന്നെയാണ്. ഹൈദരാബാദ് ഏതാണ്ട് പ്ലേ ഓഫ് കാണാതെ പുറത്തായിട്ടുമുണ്ട്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മലയാളി താരം സച്ചിൻ ബേബി കഴിഞ്ഞ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ 11-ൽ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.